സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി മാനസ ആദ്യം ചേരുന്നു. അതുപോലെ വിവിധ ജില്ലകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികളുമുണ്ട്. മാനസ, പൊതുവായ ഒരു മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കേരളത്തിലെ വിവിധ ജില്ലകളിൽ മഴയുമായി ബന്ധപ്പെട്ട് നൽകുന്നത് എങ്ങനെയാണ്? മഴയുടെ മുന്നറിയിപ്പിൽ ഏറ്റവും ഒടുവിൽ വന്ന അറിയിപ്പ് എന്ന് പറയുന്നത് സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് തന്നെയാണ് സാധ്യത എന്ന് തന്നെയാണ്. അത് കണക്കിലെടുത്ത് 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ മണിക്കൂറുകളിൽ എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പായിരുന്നു നൽകിയിരുന്നത്. എന്നാൽ അവിടെ ഓറഞ്ച് അലർട്ടാണ് നൽകിയിരിക്കുന്നത്. നേരത്തെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടായിരുന്നു. അത് തുടരുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ആലപ്പുഴയിൽ നേരത്തെ മഴ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല. നിലവിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിലവിൽ 12 ജില്ലകളിൽ സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ് ഉണ്ട്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതിശക്തമായ മഴയ്ക്ക് തന്നെയാണ് സാധ്യത എന്നും പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ശക്തമായ കാറ്റിൽ ഈ മരം പുഴകി വീഴുന്ന സാഹചര്യമൊക്കെ കണക്കിലെടുത്താണ് ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചിരിക്കുന്നത്. നിലവിലെ ഈ മഴ മുന്നറിയിപ്പ് ഒക്കെ കണക്കിലെടുത്ത് മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധന വിലക്ക് തുടരുകയാണ്. ഒപ്പം തന്നെ ഈ കേരള തീരത്തെ ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാലാണ് സംസ്ഥാനത്ത് ഇത്തരത്തിൽ മഴ വ്യാപകമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. കഴിഞ്ഞ മണിക്കൂറുകളിലും തിരുവനന്തപുരം, കൊല്ലം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല എങ്കിൽ കൂടിയും നേരിയ രീതിയിലുള്ള ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട, നെയ്യാറ്റിൻകര പോലുള്ള ഭാഗങ്ങളിൽ മഴ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ സിറ്റിയിലും കാര്യമായ രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒപ്പം ഈ മലയോര മേഖലകളിലും ഈ മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയോടെ മുന്നോട്ട് പോകണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മലയോര തീരദേശ മേഖലകളിലുള്ളവർക്കാണ് ജാഗ്രത മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഒപ്പം കാസർഗോഡ്, ഈ വടക്കൻ മേഖലകളിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ഇന്ന് അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത. കാസർഗോഡ് ജില്ലയിലെ നദീതീരങ്ങളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നദീതീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. താഴ്ന്ന ഭാഗങ്ങളിൽ താമസിക്കുന്നവരും വെള്ളപ്പൊക്കം പോലുള്ള അവസ്ഥകൾ ഉണ്ടാവുകയാണെങ്കിൽ അധികൃതരോട് പറയണം. അവരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്ന മുന്നറിയിപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുണ്ട്. ശരി, മാനസയാണ് പൊതുവായ വിവരങ്ങൾ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ളത്.